സമുദായ ശാക്തീകരണ വർഷത്തിൽ നമ്മളിന്നായിരിക്കുന്നത് സ്ത്രീ സംരംഭകരോടൊപ്പമാണ്. തൻ്റെ കഴിവുകളെ തൊഴിലാക്കി മാറ്റി അതിൽ നിന്നും വരുമാനം നേടി അഭിമാനത്തോടെ മുന്നേറുന്ന വനിതകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമുക്ക് ഈ ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താം. പേര് മഞ്ജു സോജപ്പൻ എന്നാണ്. എവിടെയാണ് നാട്? വലിയകുളത്ത് താമസിക്കുന്നത്. ചേച്ചിയുടെ ഒരു പാഷനാണ് ചേച്ചി ഇപ്പോൾ ഒരു ബിസിനസ് ആക്കി മാറ്റിയിരിക്കുന്നത്. എന്താണ് ചേച്ചി ചെയ്യുന്നത്? ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ്. ഞാൻ കൊറോണ കാലത്ത് ഓൺലൈനായിട്ട് ഈ മെഴുകുതിരി നിർമ്മാണം പഠിച്ചിരുന്നു. അപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വെറുതെ ഇങ്ങനെ കുറച്ച് മെഴുകുതിരികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു സംരംഭം ഉണ്ട്. വനിതാ ദിനത്തിൽ മാതൃ ജ്യോതിസ് ഇങ്ങനെ ഒരു സംരംഭം നടത്തുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ കുറച്ചുകൂടെ മെഴുകുകളൊക്കെ ആക്കി. പിന്നെ ഞാൻ ചെടികളെ സ്നേഹിക്കുന്ന ഒരാളാണ്. ചെടികളൊക്കെ പാകി തൈകൾ കിളിർപ്പിച്ചിരുന്നു. എല്ലാം കൊണ്ടുവന്നു. നല്ല സെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു അവസരം നമുക്ക് തന്ന, അതായത് സ്ത്രീകളെ ശക്തിപ്പെടുത്താനായിട്ട് ഇങ്ങനെയൊരു അവസരം തന്ന നമ്മുടെ ഇവിടുത്തെ വികാരിയച്ഛനും കൊച്ചച്ചന്മാർക്കും പ്രത്യേകിച്ച് മാതൃവേദി ഭാരവാഹികൾക്കും എല്ലാവിധ നന്ദിയും പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിലെ പണ്ട് തൊട്ടേ നമ്മുടെ സമുദായത്തിൽ സൈലൻ്റായിട്ട് നമ്മുടെ സമുദായത്തെ ശക്തിപ്പെടുത്തിയവരാണ് സ്ത്രീകൾ. അപ്പോൾ അവർക്ക് അവരുടെ സംരംഭങ്ങളെ, അവർ നിശബ്ദമായിട്ട് വീട്ടിലിരുന്നൊക്കെ ഉണ്ടാകുന്ന സംരംഭങ്ങളെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ സമുദായത്തിൻ്റെ കരുത്താണ്. ഈ ഒരു മെഴുകുതിരി ഉണ്ടാക്കുക എന്നുള്ളതൊരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയതാണ്. ഇത് ബിസിനസ്സായിട്ട് മാറ്റിയോ അത് വിൽപ്പനയിലേക്കൊക്കെ? ഇപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കുറേ പേരൊക്കെ കുറച്ച് രൂപങ്ങൾ, അതായത് പല പല രൂപത്തിലെ മെഴുകുതിരി വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓർഡർ അനുസരിച്ച് നമുക്കത് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമ്മൾ കൂടുതൽ ചെയ്യുമ്പോഴാണല്ലോ ഏത് കാര്യവും പഠിക്കുന്നത്. നല്ല ക്ഷമയും ഒരു ചിട്ടയൊക്കെ വേണം ഈ ജോലി ചെയ്യുന്നതിനായിട്ട്. നല്ല സന്തോഷമുണ്ട് ഇത് ചെയ്യുമ്പോഴേക്കും. എന്താണ് ക്യാൻറ്റീനിലെ പ്രത്യേകത? എന്താണ് ടീച്ചർ ഉണ്ടാക്കുന്ന ക്യാൻറ്റീനുകളുടെ പ്രത്യേകത? അത് പലതരം വാക്സുകൾ വിപണിയിൽ ലഭിക്കും. അതിൽ നമുക്ക് ഈ ഓർഗാനിക് ബി വാക്സ്, അതിന് ഒരെണ്ണം പോലും ഇല്ല, മുഴുവൻ വിറ്റുപോയി. അത് പിന്നെ അറ്റ്മോസ്ഫിയറിക് ഫ്രണ്ട്ലിയാണ്. അത് അതിൻ്റെ കാർബൺ എമിഷൻ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു തിരി ഉണ്ടായിരുന്നു 12 എണ്ണം. അത് പെട്ടെന്ന് പോയി. പിന്നെ ഈ തിരികളൊക്കെ ഇത് കണ്ടോ, നീല നിറം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, മാതാവിൻ്റെ വെയിലിൻ്റെ നിറം. അപ്പോൾ ആ നീല നിറത്തിലെ ക്യാൻഡിലും കുറേ പേര് വാങ്ങിച്ചു. ഇതൊക്കെ നമ്മൾ ഈ ക്യാൻഡിലെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഓയിൽ, ഒന്നുകിൽ റോസ്മേരി ഓയിൽ, അല്ലെങ്കിൽ സാൻഡൽ ഓയിൽ, പിന്നെ വെറ്റിവർ ഓയിൽ, പുൽത്തൈലം, അങ്ങനെയൊക്കെ പലതരം ഓയിലുകളുണ്ട്. അപ്പോൾ ആ ഓയിലുകളൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ കളറ് നമ്മൾ മിക്സ് ചെയ്താണ് പഠിക്കുന്നത്. ബേസ് കളർ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ മിക്സ് ചെയ്ത് ഓരോ പേസ്റ്റൽ ഷെയ്ഡിലൊക്കെ നമ്മളാക്കുക. അതൊക്കെ പരിശീലനം കൊണ്ട് ലഭിക്കുന്നതാണ്. ഒരു റിട്ടയർഡ് അധ്യാപികയിൽ നിന്ന് ഒരു ബിസിനസ്സുകാരിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റം, അല്ലെങ്കിൽ ആ ഒരു വളർച്ച എങ്ങനെ കാണുന്നു? ഒരു ബിസിനസ്സുകാരി എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ സെയിൽ ചെയ്യാനും മറ്റുള്ളവരത് കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്ത് നോക്കാൻ ഇഷ്ടമാണ്. അതായത് കൊറോണ കാലത്ത് തന്നെ ഞാൻ തേനീച്ച വളർത്തൽ പഠിച്ചായിരുന്നു. അന്ന് തേനൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് എൻ്റെ വിഷയം ബോട്ടണിയാണ്, അതുകൊണ്ടായിരിക്കും അതൊക്കെ നമ്മളിരുന്ന് ചെയ്യുമ്പോൾ നല്ല ക്ഷമ വേണം, അതുപോലെ നല്ല അടുക്കൊക്കെ വേണം. അത് ഈ ബോട്ടണിയിൽ നമ്മുടെ പ്രാക്ടിക്കലൊക്കെ ചെയ്യുമ്പോൾ അത് കിട്ടുന്നതാണല്ലോ. അതുകൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒന്നും ചെയ്യാതെ നമ്മുടെ സമയം കളയുന്നതിൽ നല്ലത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. താങ്ക് യു സോ മച്ച്.